നമ്മൾ ചെറുപഴം കൊണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജാമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറുപഴം വെച്ച് ജാം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടമാകും. അപ്പോൾ എങ്ങനെയാണ് ചെറുപഴം വെച്ചുള്ള ജാം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കിലോ പഴുത്ത പഴമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ പഴമെല്ലാം ഒന്ന് തൊലി പൊളിച്ച് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാം തയ്യാറാക്കാൻ എടുക്കുന്ന പഴം ഒരുപാട് അങ്ങ് പഴുത്ത പഴമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു മീഡിയം പഴുപ്പുള്ള പഴം വെച്ച് ജാം തയ്യാറാക്കുമ്പോഴാണ് ജാം നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ഇപ്പം മുഴുവൻ പഴവും നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് നീളമുള്ള 2 കഷ്ണം കറുവയാണ് അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 12 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് സ്റ്റൗവിലോട്ട് വെക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് ഒരാവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 30 മിനിറ്റ് സമയം വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് വെന്ത് ഇത് കണ്ടോ കളറൊക്കെ മാറി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വൃത്തിയുള്ള ഒരു തുണി ഇട്ടിട്ട് ആ തുണി വഴിയാണ് നമ്മൾ പഴം അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് കുറേശ്ശെ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാ വശവും ചേർത്തൊന്ന് പിടിച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. ആ പഴത്തിൽ നിന്നുള്ള ചാറ് മുഴുവനായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ കുറേശ്ശെ വീതം ഇട്ട് നമുക്കിത് മുഴുവനും പിഴിഞ്ഞെടുക്കാം. ഇത് കണ്ട ഇപ്പം നമ്മൾ ആ മുഴുവൻ ചാറും പഴത്തിൽ നിന്നും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ പഴത്തിൻ്റെ പിശിട് ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്ന മുഴുവനും നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മുഴുവൻ പഴവും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ ഈ ഒരളവിലാണ് നമുക്കത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. അപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളിത് പഞ്ചസാര മുഴുവനായിട്ടും അലിയുന്നത് വരെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര മുഴുവനും അലിഞ്ഞതിന് ശേഷം നമുക്കിത് തീർച്ചയായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പം വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ജാമാണ് ഈ പഴം വെച്ചുള്ള ജാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ജാം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ ഇത് വേറെ വലിയ പ്രയാസമുള്ള ഒരു പണിയൊന്നുമല്ല. ഇത് കണ്ട ഇപ്പം നമ്മുടെ ജാം നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ജാം തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ ജാം നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി ജാം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ജാം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ജാം നല്ല പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നാരങ്ങാനീരൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നാരങ്ങാനീര് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെച്ചതിന് ശേഷമേ ഫ്ലെയിം ഓഫ് ചെയ്യാവുള്ളൂ. എന്നിട്ട് ആ സമയം വേണം നാരങ്ങാനീര് ചേർക്കാനായിട്ട്. ഇപ്പം നാരങ്ങാനീര് ചേർക്കാത്തത് കൊണ്ടാണ് ഈ സമയം ഞാൻ ഓഫ് ചെയ്തത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടും. ഇപ്പോൾ 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ജാം കുപ്പിയിലേക്ക് മാറ്റാനുള്ള പരുവത്തിൽ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് കുപ്പിയിലേക്ക് മാറ്റുന്നത് നല്ല ചൂടോട് കൂടി തന്നെ വേണം ജാം കുപ്പിയിലേക്ക് മാറ്റാനായിട്ട്. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് മുഴുവനായിട്ടും കിട്ടത്തില്ല. അപ്പോൾ കുപ്പി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ കുപ്പി വെച്ചിട്ട് വേണം ജാം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ കുപ്പി പൊട്ടാതെ തന്നെ നമുക്ക് ജാം ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെറുപഴം വെച്ച് ഈ രീതിയിൽ ജാം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ ഇവിടെ 2 കിലോ പഴം വെച്ച് നമുക്ക് 2 കുപ്പി ജാം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നത് വരെ ഒരു കൊട്ട എന്തെങ്കിലും ഇട്ടൊന്ന് മൂടി വെക്കണം. അതിനുശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് സൂക്ഷിക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.